നമസ്കാരം. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് പതിവായിട്ട് ഈ നക്ഷത്രക്കാര് പതിവായിട്ട് ശനീശ്വര ഭജനം നടത്തുന്നത് ഉത്തമമാണ്. നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും കടന്നു പോവുകയാണെന്ന സമയമാണ് ഇപ്പം. നിത്യവും നിങ്ങൾ ശനീശ്വര ഭജനം ചെയ്യുന്ന നന്നായിരിക്കും. ക്ഷേത്രത്തിൽ നിത്യവും പോകാൻ പറ്റുന്നില്ല, ശനീശ്വര പ്രീതി കർമ്മങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നാമജപം ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാസ്താ ഭജനം ആവാം. വാഹനം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അപകട സാധ്യത കൂടുതലാണ് ഈ മകരം രാശിക്കാർക്ക്. അതുകൊണ്ട് വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും നാമങ്ങൾ ചൊല്ലി വാഹനം ഓടിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഓടിക്കുക. കുജനെ പ്രീതി വരുത്തിയാൽ കൂടുതൽ നന്നാവും, അപകടങ്ങൾക്ക് മോചനം കിട്ടും. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന നന്നായിരിക്കും. അപകടങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാനും നിങ്ങളുടെ പൊതുവെയുള്ള ആപത്തുകളൊക്കെ ഒന്നും ഒഴിഞ്ഞു പോകാനൊക്കെ ആയിട്ട് കുജനെ പ്രീതി വരുത്തുക, ചൊവ്വയെ പ്രീതി വരുത്തുക. മകരം രാശിക്കാരുടെ യോഗകാരകൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ശുക്രനെ നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ബിസിനസ് വ്യവസായമൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ ലാഭവും അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും. തൊഴിൽ ലബ്ധി കൈവരിക്കാനൊക്കെ ഈ പറയുന്ന ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന നല്ലതാണ് ഈ മകരം രാശിക്കാർക്ക്. 7, 11, 21 എന്ന ഏതെങ്കിലും ഒരു നമ്പർ അനുസരിച്ചിട്ടുള്ള തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് ചന്ദ്രപൂജ ചെയ്യുന്നത് നിങ്ങൾക്ക് സുമംഗലികളാവാനായിട്ട്, യുവജനങ്ങളെ വിവാഹം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് സാധിക്കും. 7, 11, 21 ദിവസം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് സ്വാഭാവികമായിട്ട് സ്ത്രീകളാണ്, സോമവാര വ്രതമാണ്. അത് പെൺകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മംഗല്യ സിദ്ധിക്ക് അതിന് പകരം പുരുഷന്മാരായിട്ടുള്ള ആൺകുട്ടികൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചന്ദ്രന് ഇഷ്ടമുള്ള പ്രീതി ചന്ദ്രപൂജ നടത്തുക. അതായത് ഭഗവാന് ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ പാർവതി സമേതനായിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങൾ, ഇപ്പോൾ കലൂർ പാവക്കുളം ക്ഷേത്രം പോലെ ഇപ്പോൾ തിരുവൈരാണിക്കുളം അമ്പലം തുറന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഒരു 12 ദിവസം അവിടെ ഈ പാർവതി സമേതനായിട്ടുള്ള ക്ഷേത്രത്തിൽ 12 ദിവസം അവിടെയുള്ളൂ. എങ്കിലും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോയി തൊഴുതു വരുന്നതൊക്കെ നല്ലതായിരിക്കും. 7 ദിവസമോ 7 തിങ്കളാഴ്ചയോ 11 തിങ്കളാഴ്ചയോ 21 തിങ്കളാഴ്ചയൊക്കെ ഇങ്ങനെ പോയി തൊഴുതു വന്നു കഴിഞ്ഞാൽ മംഗല്യസ്ഥിതി ഉറപ്പായിട്ടുണ്ടാകും.